أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم إن زلزلة الساعة شيء عظيم يوم ترونها تذهل كل مرضعة عما أرضعت وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. ومن الناس من يجادل في الله بغير علم ويتبع كل شيطان مريد كتب عليه أنه من تولاه فأنه يضله إلى عذاب السعير. صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഹജ്ജിലെ ആദ്യത്തെ 4 ആയത്തുകളാണ് ഓതിവെച്ചത്. സൂറത്തുൽ ഹജ്ജിനെ സംബന്ധിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിൽ 2 ഇടങ്ങളിൽ തിലാവത്തിൻ്റെ സുജൂദ് പാരായണം ചെയ്യുന്ന സമയത്ത്, നമസ്കാരത്തിലാവട്ടെ അല്ലാത്തപ്പോഴാകട്ടെ സുജൂദ് ചെയ്യേണ്ട സന്ദർഭങ്ങൾ 2 എണ്ണമുണ്ട്. അത് രണ്ടും ചെയ്യാൻ ചെയ്യാത്തവർ അത് പാരായണം ചെയ്യേണ്ടതില്ല എന്ന് പ്രവാചകൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പാരായണ വേളയിൽ വുളു ഉണ്ടാവാനും അതോടൊപ്പം തന്നെ ആ പാരായണത്തിൻ്റെ സുജൂദ് നിർവഹിക്കാനും സാധിക്കണം എന്നുകൂടി ആദ്യമേ ഉണർത്തുകയാണ്. അർത്ഥത്തിലേക്ക് വരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും ഇന്ന സൽസലത്തസ്സാഅതി ശൈഉൻ അളീം. യാ അയ്യുഹന്നാസ്, ഏ മനുഷ്യരെ, ഏ ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കുക, അഥവാ നിങ്ങൾ റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുക. ഇന്ന സൽസലത്തസ്സാഅതി, തീർച്ചയായും അന്ത്യനാളിനോടനുബന്ധിച്ചുള്ള പ്രകമ്പനം, അന്ത്യനാളിൻ്റെ പ്രകമ്പനം, ഷൈഉൻ അളീം, ഭയങ്കരമായ ഒരു കാര്യമാകും. അന്ത്യനാളിനോടനുബന്ധിച്ചുള്ള ആ പ്രകമ്പനം, ആ വിറകൊള്ളൽ, അത് ഭയങ്കരമായ ഒരു കാര്യമാകും. യൗമ തറൗനഹ, നിങ്ങൾ അത് കാണുന്ന ദിവസം, തദ്ഹലു, അശ്രദ്ധമാകുന്നത് കാണാം, കുല്ലു മുർളിയാത്തിൻ, ഓരോ മുലയൂട്ടുന്ന ഉമ്മമാരും, അമ്മ അർളഅത്, അവർ ആരെയാണോ മുലകൂട്ടുന്നത്, അഥവാ മുലയൂട്ടുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച്. അന്നത്തെ ദിവസം മുലയൂട്ടുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ച് മുലയൂട്ടുന്ന ഉമ്മമാർ അശ്രദ്ധരായി പോകും. വതളഉ കുല്ലു ദാത്തി ഹംലിൻ, ഓരോ ഗർഭിണിയും അന്നത്തെ ദിവസം പ്രസവിക്കും. ഹംലഹ, അവളുടെ ഗർഭസ്ഥ അവസ്ഥയിലുള്ള കുഞ്ഞിനെ, അഥവാ ഗർഭവതിയായ ഏതൊരു സ്ത്രീയും അന്ന് പ്രസവിച്ചു പോകും. വതറന്നാസ, ജനങ്ങളെ നിനക്ക് കാണാം, സുക്കാറ, മദ്യപിച്ച അവസ്ഥയിൽ. ജനങ്ങൾ മദ്യപിച്ച രൂപത്തിൽ നിനക്കവരെ കാണാം. വമാഹും ബി സുക്കാറ, എന്നാൽ അവർ മദ്യപിച്ചതല്ല, അവർ മദ്യം കഴിച്ചതല്ല. വലാക്കിന്ന അദാബല്ലാഹി ശദീദ്, എന്നാൽ അള്ളാഹുവിൻ്റെ അദാബ്, അള്ളാഹുവിൻ്റെ ശിക്ഷ വളരെ കഠിനമാകുന്നു. വമിനന്നാസി, മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്, മൻ യുജാദിലു ഫില്ലാഹി, അള്ളാഹുവിൻ്റെ കാര്യത്തിൽ തർക്കിക്കുന്നവർ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. ബിഗൈരി ഇൽമിൻ, യാതൊരറിവുമില്ലാതെ, ഒരറിവുമില്ലാത്ത അള്ളാഹുവിൻ്റെ കാര്യത്തിൽ തർക്കിക്കുന്ന ആളുകൾ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. വയത്തബിഉ കുല്ല ശൈത്വാനിൻ മരീദ്, എല്ലാ പിശാചുക്കളെയും അവർ പിൻപറ്റുകയും ചെയ്യും.
ധിക്കാരികളായ പിശാചുക്കളെ അവർ പിൻപറ്റുകയും ചെയ്യും. കുത്തിബ അലൈഹി, തീർച്ചയായും അള്ളാഹു രേഖപ്പെടുത്തിയിരിക്കുന്നു, തീർച്ചയായും രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അന്നഹു, തീർച്ചയായും മൻ തവല്ലാഹു, ആരെങ്കിലും പിശാചിനെ പിൻപറ്റുകയാണ് എങ്കിൽ പിശാചിനെ പിൻപറ്റുന്നവരെ സംബന്ധിച്ച് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഫഅന്നഹു യുളില്ലുഹു, തീർച്ചയായും അവനെ പിഴപ്പിക്കും. പിശാച് മനുഷ്യനെ പിഴപ്പിക്കുമെന്ന് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. വയഹ്ദീഹി, അവനെ നയിക്കുകയും ചെയ്യും. ഇല അദാബി സഈർ, ജ്വാലകളുള്ള കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലേക്ക് അഥവാ ശിക്ഷയിലേക്ക്, കത്തിജ്വലിക്കുന്ന നരകത്തിലേക്ക്, ശിക്ഷയിലേക്ക് അവനവരെ നയിക്കുകയും ചെയ്യുമെന്ന് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും, ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സൂറത്തിൻ്റെ ആരംഭം. പടച്ചവനെ സൂക്ഷിച്ച് ജീവിക്കണം. എന്നിട്ട് അള്ളാഹു ഇതിൽ കാര്യമായിട്ട് അഥവാ നമ്മളെ ഒരു കാര്യം ബോധ്യപ്പെടുത്തുകയാണ്. ഇന്ന സൽസലത സാഅത്തി ശൈഉൻ അളീം, ലോകാവസാനത്തോടനുബന്ധിച്ചുണ്ടാകുന്ന പ്രകമ്പനമുണ്ട്, ഒരു കുലുക്കമുണ്ട്. അത് വളരെ വലിയ ഭയങ്കരമായ ഒരു കാര്യമാകുന്നു. ഈ സൂറത്ത് ഇറങ്ങിയ ഉടനെ, ഈ ആയത്തുകൾ ഇറങ്ങിയ ഉടനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഈ കാര്യത്തിൻ്റെ ഗൗരവത്തെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്തി. ഭയങ്കരമായ ഒരു ദിനത്തിലാണ് ലോകം അവസാനിക്കുക. അന്നത്തെ ആ കുലുക്കം അത് വല്ലാത്ത ഒരു കുലുക്കമായിരിക്കും. ആ കുലുക്കത്തിൻ്റെ പ്രത്യാഘാതം യൗമ തറൗനഹ, അതിനെ നീ കാണുന്ന ദിവസം, തദ്ഹലു കുല്ലു മുർളിയത്തിൻ അമ്മാ അർളഅത്, ഓരോ മുലയൂട്ടുന്ന സ്ത്രീയും അവർ മുലയൂട്ടുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അശ്രദ്ധരാകും. അഥവാ ഞാൻ എൻ്റെ കുഞ്ഞിന് മുലയൂട്ടുകയാണ്, വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്നതൊന്നും ഉണ്ടാവില്ല. ആ കുട്ടിയെ അവിടെ എവിടെയെങ്കിലും എറിഞ്ഞിട്ട് അവിടെ ഒഴിവാക്കിയിട്ട് ആ ഉമ്മ അവരുടെ കാര്യം സുരക്ഷിതമാവാൻ വേണ്ടി ഓടുകയായിരിക്കും. അതുപോലെ തന്നെ തളഴു കുല്ലു ദാത്തി ഹംലിൻ ഹംലഹ, ഓരോ ഗർഭിണിയായ സ്ത്രീയും എത്ര മാസമായി എന്നതല്ല, ആ ഭയങ്കരമായ കുലുക്കത്തിൽ കുട്ടിക്ക് സ്ഥാനഭ്രംശം സംഭവിക്കുകയും അത് പ്രസവിച്ചു പോവുകയും ചെയ്യും. അത്തരത്തിൽ കുഞ്ഞുങ്ങളെ തികയാതെയോ തികഞ്ഞിട്ടോ ആ സന്ദർഭത്തിൻ്റെ ഗൗരവത്തിൽ പ്രസവിച്ചു പോകുന്ന അവസ്ഥ, ഭയങ്കരമായ കുലുക്കമായതുകൊണ്ട് പ്രസവിച്ചു പോകുന്ന അവസ്ഥയുണ്ടാകും. വതളഉ കുല്ലു ദാത്തി ഹംലിൻ ഹംലഹ വതറന്നാസ സുക്കാറ, ജനങ്ങളെ കണ്ടാൽ മദ്യപിച്ച മാതിരി ഉണ്ടാവും, ലക്കും ലഗാനവും ഇല്ലാത്ത മനുഷ്യർ. എങ്ങോട്ടാ പോകുന്നത്, എവിടെ നിന്നാണ് വന്നതെന്നൊന്നും ഒന്നും അറിയാത്ത രൂപത്തിലുള്ള മനുഷ്യന്മാർ. അവർ മദ്യപിച്ചതാണ് എന്ന് തോന്നും കണ്ടാൽ, പക്ഷേ വമാഹും സുക്കാറ, അവർ മദ്യപിച്ചതല്ല. വലാകിന്ന അദാബല്ലാഹി ശദീദ്, എന്നാൽ അള്ളാഹുവിൻ്റെ അദാബ്, അള്ളാഹുവിൻ്റെ ശിക്ഷ അത് ഭയങ്കരമാണ്. അള്ളാഹിൻ്റെ ശിക്ഷ വരുന്നു എന്നറിഞ്ഞുകൊണ്ടാണ് ഇവരെല്ലാവരും ഈ പറഞ്ഞ കോലത്തിൽ ആളുകൾ, മദ്യപിക്കാത്ത ആളുകൾ മദ്യപിച്ച രൂപത്തിലും, അതേപോലെ തന്നെ പ്രസവിക്കാനാവാത്തവർ പോലും പ്രസവിച്ചു പോകുന്ന രീതിയും, മുലയൂട്ടുന്ന സ്ത്രീകൾക്ക് സ്വന്തം കുഞ്ഞിനെക്കുറിച്ച് പോലും ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥയുമൊക്കെ ഈ ഗൗരവതരമായ ആ ദിവസത്തിലുണ്ടായതാണെന്നാണ്. ജനങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചു, റസൂലെ, ഞങ്ങൾ ഇതിലെത്ര പേര് നരകാവകാശികളുണ്ടാകും? ആദം അലൈഹി ഇസ്ലാമിനെ വിളിച്ചുകൊണ്ട്, ആദമേ, നീ നരകത്തിലേക്കുള്ള ആളുകളെ പറഞ്ഞേക്കുക എന്ന് അള്ളാഹുവിൻ്റെ ഒരു പ്രഖ്യാപനമൊക്കെ ഉണ്ടാകും. ആ സമയത്തും ആളുകൾ നരകത്തിലേക്ക് പോകും. പ്രവാചകൻ പറഞ്ഞു, 1000 പേരുണ്ടെങ്കിൽ അതിൽ 999 നരകത്തിലേക്കായിരിക്കും. നരകം പിന്നീട് ചോദിക്കുന്നുണ്ട്, ഹൽമി മസീദ്, ഇനിയും ഉണ്ടോ എന്ന്. നരകത്തിന് എത്ര കിട്ടിയാലും മതിയാവില്ല, അഥവാ ജനങ്ങളിൽ ബഹുഭൂരിപക്ഷവും നരകാവകാശികളായിരിക്കും. അതേപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന്, എൻ്റെ ഉമ്മത്തികളിൽ നിന്നാവണം സ്വർഗസ്ഥരായ ആളുകളുടെ 2/3 ഭാഗം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഓതുന്ന സമയത്ത്
ഇത് ഓതി കൊടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് പറഞ്ഞു, അവരോടൊപ്പം 70,000 പേര്, അള്ളാഹുൽ പങ്കു ചേർക്കാത്ത ആളുകൾ, യാതൊരു വിധത്തിലുള്ള വിചാരണയുമില്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമെന്നു. എൻ്റെ സമുദായത്തിൽപ്പെട്ട 70,000 പേര് വിചാരണയില്ലാതെ, വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് പറഞ്ഞു. സഹാബാക്കൾ ഒരല്പം അത്ഭുതത്തോട് ചോദിച്ചു, 70,000 എന്ന്. പ്രവാചകൻ വീണ്ടും പറഞ്ഞു, അതോടുകൂടി അതിൻ്റെ കൂടെ പിന്നെയും ഒരു 70,000 എന്ന്. അപ്പോൾ അത്രയും വലിയൊരു വിഭാഗം ആളുകൾ വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞപ്പോൾ ആ കൂട്ടത്തിൽ ഉക്കാശ റളിയല്ലാഹു അൻഹു അദ്ദേഹം എഴുന്നേറ്റ് ചോദിച്ചു, പ്രവാചകരെ, എന്നെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ താങ്കൾ പ്രാർത്ഥിക്കുമോ എന്ന് ചോദിച്ചു. പ്രവാചകൻ പറഞ്ഞു, അന്ത മിൻഹും, നീ അവരുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ് എന്ന്. അപ്പോൾ വേറൊരു സഹാബി എണീറ്റ് ചോദിച്ചു, എന്നെയും അതിൽ ഉൾപ്പെടുത്തുമോ പ്രവാചകരെ എന്ന് ചോദിച്ചപ്പം, സബഖക ബിക ഉക്കാശ, ആ സ്ഥാനം ഉക്കാശ കൊണ്ടുപോയി, നിന്നെ ഉക്കാശ മുൻകടന്നു എന്ന് പ്രവാചകൻ പറയുകയും ചെയ്തു. വിചാരണ കൂടാതെ പ്രവേശിക്കുന്ന ഉക്കാശ ഇസ്ലാമിക വിശ്വാസത്തിൽ പിറന്നയാളും ഒരിക്കൽ പോലും അള്ളാഹുവിനെ അല്ലാതെ വേറെ ആരെയും വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ലാത്തവരുമാണ് എന്നുകൂടി അറിയുക. വമിനന്നാസി, ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്, മയ്യുജാദിൽ ഫില്ലാഹി ബിഗൈരി ഇൽമിൻ, ഒരറിവുമില്ല, വെറുതെ അള്ളാഹിൻ്റെ കാര്യത്തിൽ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട്. വയത്തബിഉ കുല്ല ശൈത്താനിൻ മരീദ്, എല്ലാ ധിക്കാരിയായ പിശാചിനെയും അവർ പിന്തുടരുകയും ചെയ്യും. അള്ളാഹുവിനെ എതിർത്തുകൊണ്ട്, അള്ളാഹു പറയുന്നത് കേൾക്കാൻ പറ്റാത്ത കുറേ ആളുകൾ, അവരേത് പിശാച് വിളിച്ചാലും അവരുടെ കൂടെ പോകും. ആ രൂപത്തിലുള്ള ആളുകൾ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ രക്ഷയെ സംബന്ധിച്ചുള്ള ആഗ്രഹമോ ഒന്നും ഈ ആളുകളെ സ്പർശിക്കില്ല എന്ന് മാത്രമല്ല, ഏത് പിശാച് വിളിച്ചാലും അവരുടെ കൂട്ടത്തിൽ പോകുമെന്നാണ് പറയുന്നത്. അങ്ങനത്തെ ആളുകളുണ്ട്. ഒന്നുകൂടി പറയാണ്, കുത്തിബ അലൈഹി, എന്നാൽ അവൻ്റെ മേലിൽ എഴുതപ്പെട്ടിട്ടുണ്ട്, രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്, അന്നഹു മൻ തവല്ലാഹു, അവൻ പിൻപറ്റുകയാണെങ്കിൽ, അവനെ പിൻപറ്റുകയാണെങ്കിൽ അഥവാ പിശാചിനെ പിൻപറ്റുകയാണെങ്കിൽ, ഫഅന്നഹു യുദില്ലുഹു വയഹ്ദീഹി ഇലാ അദാബി സഈർ, അവന് ഇവനെ വഴിപിഴപ്പിക്കും എന്ന് മാത്രമല്ല, നരകത്തിലേക്ക്, കത്തിജ്വലിക്കുന്ന നരകത്തിലേക്ക് അവനെ ക്ഷണിക്കുകയും ചെയ്യും. ഇപ്പോൾ പിശാചിനെ പിൻപറ്റുകയാണെങ്കിൽ, മനുഷ്യരുടെ കൂട്ടത്തിലും ജിന്നുകളുടെ കൂട്ടത്തിലുമുള്ള പിശാചിനെ ആരെങ്കിലും പിൻപറ്റുകയാണെങ്കിൽ അവന് എന്നേക്കുമായി നരകത്തിൽ പതിച്ചു പോകും എന്നുകൂടി അള്ളാഹു പറയുന്നുണ്ട്. കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുകയും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കുകയും അള്ളാഹുവിൻ്റെ ശിക്ഷയെ സംബന്ധിച്ച് ഭയപ്പെടുകയും രക്ഷയെ സംബന്ധിച്ച് ആഗ്രഹിക്കുകയും പൈശാചികമായ ശക്തിയിൽ നിന്ന് ശരണം തേടിക്കൊണ്ടും മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.